നൗഫൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ മണിക്കൂറുകളിൽ പ്രധാനമായും അവർ ഇത്രയും വോട്ട് അൻവർ നേടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇരു മുന്നണികളും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം 20,000-ഓളം വോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാതിൽ അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF-ലേക്കുള്ള. പക്ഷേ ഇപ്പോൾ ആ ഇരുട്ടി വെളുത്ത് കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റുകയാണ് UDF. കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിലപാടിലേക്ക് തന്നെ UDF-ന്റെ ഘടകകക്ഷികളും UDF കൺവീനറും എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതായത് 20,000 വോട്ട് നേടിയത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം ഒരു 20,000-ഓളം വോട്ട് നേടുക എന്നുള്ളത് വളരെ ശക്തമായ ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് അത് കാണിക്കുന്നത്. അത്രയും അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇതൊരു കരുത്തായി തങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ പേരിൽ ഇനിയൊരു UDF പ്രവേശനം ഉണ്ടാവില്ല. അത് തൽക്കാലത്തേക്ക് അടച്ചിരിക്കുകയാണ്. ആ വാതിൽ തുറക്കുന്നില്ല എന്ന് തന്നെ ഒരു സന്ദേഹമില്ലാതെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ വിസ്മയകരമായ രീതിയിൽ ഇത് മുന്നണി വിപുലീകരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് ആ വിപുലീകരണം എന്നുള്ളത് അൻവറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ചില പാർട്ടികൾ തങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മാത്രമല്ല ഒരു അമ്പർപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചത് CPI-യെ കൂടി ഇപ്പോൾ മുന്നണിയിലേക്ക് എടുക്കാനുള്ള ചർച്ചകൾ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. കാര്യം CPI-ക്ക് ആ തരത്തിലുള്ള ഒരു അനുകൂല നിലപാടാണ് ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യുകയാണ്. CPI-യെ മുന്നണിയിലേക്ക് ക്ഷണിക്കൂടിയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത്. KR സാജുവിലേക്ക് കൂടി പോകുന്നു. സാജു, ഈ ഒരു പ്രസ്താവന വരുന്നതിന് മുമ്പ് വന്ന മറ്റു ചില പ്രസ്താവനകളെ കൂടി നമ്മളിപ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ അൻവറിനെ ഈ റിസൾട്ടിന് ശേഷം UDF-ലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്കൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. തൊട്ടുടനെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതിൽ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് PV അൻവറിന് വണ്ടിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല, മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് അദ്ദേഹത്തിന് കയറാമല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെ അൻവറിന് അനുകൂലമായ ഒരു കൂട്ടം പ്രസ്താവനകൾ വന്നു നിൽക്കെയാണ് VD സതീശനും ഒപ്പം അടൂർ പ്രകാശും ഈ നിലപാട് സ്വീകരിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? നൗഫലെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം PV അൻവർ നേടിയെടുത്ത 20,000-ഓളം വരുന്ന വോട്ട് കുറവാണ് എന്ന് കരുതുന്നില്ല UDF നേതൃത്വം. അത് ആ നീക്കത്തെ UDF വിലമതിക്കുന്നുണ്ട്. പക്ഷേ PV അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണമോ എന്ന ചോദ്യം വരുമ്പോൾ അതിന്ന് അകന്നു പോവുകയാണ് ഇപ്പോൾ UDF നേതൃത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VD സതീശനാണ് ഇക്കാര്യത്തിൽ കുറച്ച് കർക്കശത്തോടുള്ള നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചു വന്നിരുന്നത്. ആ നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഇതോടുകൂടിയാണ് മറ്റു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കൂടി അങ്ങോട്ട് കിട്ടുന്നത്. ഇത് പ്രധാനപ്പെട്ട PV അൻവറുമായി രാഷ്ട്രീയ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ നേതാക്കൾ അടൂർ പ്രകാശിനെ പോലുള്ളവരാണ് അവസാന ഘട്ടം വരെ ഈ ചർച്ചകൾ നടത്തിയിരുന്നത്. അവരൊക്കെയാണ് ഇപ്പോൾ PV അൻവറിനെ UDF-ന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇനി ഇപ്പോൾ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ആ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ്, അത് ഇപ്പോൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് അൻവറിനെ മാറ്റി നിർത്തുക. ഇതിനകത്ത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ തന്നെ സൃഷ്ടിച്ച ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ UDF-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിലപേശൽ നടത്തി എന്ന വിലയിരുത്തലാണ് അൻവറുമായി ചർച്ച നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എല്ലാം ഉള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്തുകൊണ്ട് അയാൾ 20,000 വോട്ട് പിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ വഴങ്ങിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നു. ഈ ചർച്ചകൾ തുടരണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. അത് PV അൻവർ തന്നെ നിരുപാധികം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തനിക്ക് വീഴ്ച പറ്റിപ്പോയി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒന്ന് കീഴടങ്ങി വന്നു കഴിഞ്ഞാൽ ചർച്ചകൾ ഓപ്പൺ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുവരെയും ഈ വാതിൽ അടഞ്ഞു തന്നെയാണ് കിടക്കുക എന്ന കാര്യം ഉറപ്പാണ്. അടുത്ത UDF യോഗത്തിൽ ഇത് ഏതെങ്കിലും ഘടകകക്ഷികൾ ഉന്നയിച്ചാൽ മാത്രമേ ചർച്ചയ്ക്കെടുക്കേണ്ടതുള്ളൂ എന്ന ധാരണയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഉന്നയിക്കാനുള്ള സാധ്യതകളും കുറവാണ്. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പ്രതീതി സൃഷ്ടിക്കുന്ന പ്രതികരണം വന്നിരുന്നു. അതേ മുസ്ലിം ലീഗ് VD സതീശന്റെ പ്രതികരണം വന്നതിന് ശേഷം മൗനം പാലിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ തന്നെ PV അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിനെ എതിർത്ത RSPയെ പോലുള്ള ചെറിയ ഘടകകക്ഷികൾ ഉണ്ട് UDF-ലെ. അവർ ഇപ്പോഴും
ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അൻവറിന്റെ കാര്യത്തിൽ ഇത്തരം ചില പ്രതിസന്ധികൾ അൻവർ സൃഷ്ടിച്ചേക്കാമെന്ന്. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും അൻവറിനെ സഹകരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് അത്തരം ചെറിയ ഘടകകക്ഷികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനവർ പറയുന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് LDF പോലെ സുശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു മുന്നണിയിൽ പ്രതിസന്ധി ഒറ്റയാനായി നിന്ന് സൃഷ്ടിച്ച അൻവർ UDFിലും അതേ സമീപനങ്ങൾ വരും കാലത്ത് സൃഷ്ടിക്കാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ പോലും അർഹതയില്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നണിയെ ആകമാനം കുഴപ്പിക്കുന്ന സമീപനമുണ്ടാവും. അതൊന്നുമായി മുന്നോട്ട് പോകാൻ UDFിന് അതിനുള്ള ശക്തി ഇപ്പോഴും ഇല്ല എന്നാണ് പല ഘടകകക്ഷികളും സൂചിപ്പിക്കുന്നത്. ഞാൻ സുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സുമോദ്, UDF കൺവീനർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മുന്നണി വിപുലീകരണം എന്നുള്ളത് UDFിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അക്കാര്യം പ്രതിപക്ഷ നേതാവ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് മാണി കോൺഗ്രസിനെ അടക്ക മുന്നണിയിലേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുന്നണി വിപുലീകരിക്കാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലും UDFിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ പരമാവധി ആളുകളെ അടുപ്പിക്കാൻ ശ്രമിക്കേണ്ട സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് PV അൻവറിനെ മാറ്റി നിർത്താൻ UDF തീരുമാനിക്കുന്നത്? ഈ പരമാവധി ആളുകളെ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് തങ്ങളുടെ നയം എന്ന് UDF ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അവസാന നിമിഷം വരെ UDF നേതൃത്വത്തെ കുഴപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു PV അൻവർ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല PV അൻവറുമായി ചർച്ച നടത്തുമ്പോൾ ഓരോ സമയത്തും ഓരോ നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി തീരുന്നത്. മാത്രമല്ല അവരുടെ കാര്യം ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് PV അൻവറിന് രാവിലെയും ഉച്ചക്കും വൈകിട്ടും 3 നിലപാടുകളാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് നേരത്തെ സാജു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്. കാര്യം ഈ ഇത്രയും വലിയ ശക്തമായ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയായി LDFിനെ പോലും വലിയ തരത്തിൽ ഉലക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ UDFിൽ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അൻവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ശേഷി പലപ്പോഴും UDFിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ UDFിലേക്ക് PV അൻവറിനെ ഈ സമയത്ത് ക്ഷണിച്ചാൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഒരു നിലപാട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് UDF മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. അൻവർ പല സമയത്തും UDF നേതാക്കന്മാർക്കെതിരെയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെയും കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വിജയമായതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് ഇനി ആവർത്തിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പലപ്പോഴും രാഷ്ട്രീയത്തിൽ എന്നും ഒരു നിലപാട് ഉയർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് മാത്രമാണ് വിജയം നേടാൻ കഴിയുക. അതുകൊണ്ട് പക്ഷേ ഇനിയിപ്പോൾ PV അൻവർ ഒരു കീഴടങ്ങൽ ലൈനിലേക്ക് എത്തുകയും നേരത്തെ തന്നെ ഇവർ സൂചിപ്പിച്ചത് തന്നെ ബേപ്പൂർ സീറ്റിലേക്ക് ഒതുക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് എതിർത്തായിരുന്നു PV അൻവർ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ബേപ്പൂർ സീറ്റെങ്കിൽ ബേപ്പൂർ സീറ്റ് അവിടെ UDF പിന്തുണയോടെ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന കൂടി നൽകിക്കഴിഞ്ഞു. ഇപ്പോഴും അൻവറിൻ്റെ ഒരു പ്രതീക്ഷ കോൺഗ്രസിലും ചില നേതാക്കന്മാർ ലീഗിലും ചില നേതാക്കന്മാർ അദ്ദേഹത്തിനോട് ഒരു മൃദു സമീപനം തന്നെ സൂക്ഷിക്കുന്നവരുണ്ട്. അവർ വഴി UDFിലേക്ക് എത്താം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ വാതിൽ കൂടി പ്രതിപക്ഷ നേതാവും അടൂർ പ്രകാശും ചേർന്ന് ഇപ്പോൾ അടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.